ശ്രീ അഖിൽ രവീന്ദ്രൻ, ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഈ അയ്യപ്പ ഭക്ത സംഗമം, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളതിലടക്കം. വികസനമാണ് ലക്ഷ്യം. സന്നിധാനത്തെ വികസന പ്രവർത്തനങ്ങൾ, ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നിവയിൽ തുറന്ന ചർച്ച എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒഴിഞ്ഞ കസേരകൾ മാത്രമായിരുന്നു. എന്തിന്? വളരെ പ്രാധാന്യമർഹിക്കുന്ന ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ ചർച്ചയിലടക്കം നമ്മൾ കണ്ടത് കുറച്ച് ദേവസ്വം ബോർഡ് ജീവനക്കാരെ മാത്രമായിരുന്നു. ഏറ്റവും പിറകിലായി കുറച്ച് മാധ്യമപ്രവർത്തകരുമുണ്ടായിരുന്നു. അപ്പോൾ എത്ര ആരോഗ്യകരമായ ചർച്ചയാണ് ഇതിന്മേൽ നടന്നത്, അല്ലെങ്കിൽ എന്താശയങ്ങളാണ് ഇതിന്മേൽ ഉരുത്തിരിഞ്ഞത് എന്ന് ചോദിച്ചാൽ ആർക്കും മറുപടിയില്ല. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇന്നലെ പമ്പയിൽ നടന്നിട്ടുള്ള സർക്കാർ സ്പോൺസേഡ് സമ്മേളനം തീർത്തും പരാജയപ്പെട്ട സമ്മേളനമായിരുന്നു എന്ന് അതിനുശേഷം നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ ഭക്തജനങ്ങൾ, ഈ രാജ്യത്തെ ഭക്തജനങ്ങൾ അയ്യപ്പനെ വിശ്വസിക്കുന്ന, അയ്യപ്പനെ ആരാധിക്കുന്ന, അയ്യപ്പ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ശബരിമലയിൽ പോയി അയ്യനെ ദർശനം കണ്ടിട്ടുള്ള ഭക്തന്മാരുടെ മനസ്സിൽ ഒരു മുറിവുണ്ടാക്കിയത് LDF സർക്കാരാണ്. 2018 അയ്യപ്പ നിന്ന് നടത്തിക്കൊണ്ട് ശബരിമലയെ തകർക്കുവാൻ വേണ്ടി ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കടന്നു കയറിയിട്ടുള്ള ഒരു സർക്കാർ നടത്തുന്ന കപട ഭക്തി, പിണറായി വിജയന്റെ ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഉണ്ടായ ആ കപട ഭക്തി പൊതുജനങ്ങളും അയ്യപ്പ ഭക്തരും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ സമ്മേളനം പരാജയപ്പെട്ടത് നമ്മൾ മുന്നിൽ കാണുന്നത്. 4245 പേര് ഈ സമ്മേളനത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്തുവെങ്കിൽ 623 പേര് മാത്രമാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന അയ്യപ്പ ഭക്തന്മാരും സർക്കാരിന്റെ ഈ അയ്യപ്പ വിശ്വാസികളോടും ശബരിമല ക്ഷേത്രത്തോടും നടത്തിയിട്ടുള്ള ആ നീചമായ നിന്ദമായിട്ടുള്ള പ്രവൃത്തിക്കെതിരെ ജനങ്ങൾ നിന്നു എന്നുള്ളതിന് വ്യക്തമായ, ഭക്തജനങ്ങൾ നിന്നു എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ ശബരിമല യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ സമ്മേളനത്തിൽ ആള് കുറയാനും ആ സമ്മേളനം പരാജയപ്പെടാനും ഉണ്ടായ സാഹചര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതേ സമയം തന്നെയാണ് ഡൽഹിയില് ഒരു ഭക്തജന സംഗമം നടന്നത്. ജനം ടിവിയുടെ നേതൃത്വത്തിൽ, അവിടുത്തെ അയ്യപ്പ വിശ്വാസ സംരക്ഷണ സമിതികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആ സമ്മേളനം, അല്ലെങ്കിൽ ആ അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് തികച്ചും ഹൃദയത്തിൽ നിന്നും ഭക്തജനങ്ങൾ ഒഴുകി അവരുടെ മനസ്സിൽ നിന്നും അവർ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ചു പോയിട്ടുള്ള ആളുകളാണ്. അയ്യനെ വിശ്വസിക്കുന്ന, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം, ഏതൊരാളുടെയും വിശ്വാസങ്ങൾക്ക് മേൽ കടന്നു കയറുന്ന ഒരു ഭരണകൂടത്തെയും അംഗീകരിക്കുകയില്ല എന്ന് നമ്മൾ 2018 ഈ സർക്കാർ ചെയ്ത പ്രവൃത്തിയിലൂടെ ജനങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഈ സർക്കാരിന്റെ നിലപാടിനെ. അപ്പോ ഡൽഹിയിൽ നടന്നിട്ടുള്ള ആ അയ്യപ്പ സംഗമം ജനങ്ങൾ ഏറ്റെടുത്തു, അയ്യപ്പ ഭക്തന്മാർ ഏറ്റെടുത്തു, ആചാര സംരക്ഷണ സമിതി അവർ നേതൃത്വം നൽകി, ജനം TV നേതൃത്വം നൽകി, അത് ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, ഈ കപട രാഷ്ട്രീയ മുഖം അത് തിരിച്ചറിയാൻ പിണറായി വിജയന്റെ ഈ അയ്യപ്പ സമ്മേളനത്തിലൂടെ പമ്പയിൽ നടത്തിയിട്ടുള്ള ഈ തട്ടിക്കൂട്ട് സമ്മേളനത്തിലൂടെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മറവിയൊന്നും സംഭവിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും LDF സർക്കാരും CPM ഒക്കെ ചിന്തിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് മറവി സംഭവിച്ചിരിക്കുന്നു. 2018 അയ്യപ്പ ഭക്തന്മാരെ ക്രൂരമായി വേട്ടയാടിയ, ശബരിമല ക്ഷേത്രം തകർക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ശബരിമല അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെയും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കടന്നു കയറിയിട്ടുള്ള സർക്കാർ ചെയ്തിട്ടുള്ള പ്രവൃത്തി മറന്നുകൊണ്ട് ജനങ്ങൾ, ഭക്തർ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നിട്ടില്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഈ സമ്മേളനത്തിലൂടെ സർക്കാരിനും ദേവസ്വം ബോർഡിനും കൊടുക്കുന്ന മറുപടി. ഇത് പരാജയപ്പെട്ട സമ്മേളനമാണ്. ആ പരാജയപ്പെട്ട സമ്മേളനത്തിന് അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന് വ്യക്തമായ സൂചനയാണ് ഇവിടെ നൽകുന്നത്.